നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പായിട്ടല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പും ഉണ്ട്. എല്ലാം പാർലമെന്റ് ജയിച്ച പോലെ UDF ജയിക്കും. ആരാ പറഞ്ഞ പുറത്തിരിക്കുന്നു, അകത്തേ ഇരിക്കുള്ളൂ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കണ്ടില്ല, അതേപോലെ തന്നെ ഞങ്ങൾ തൂത്തുവാരി വരും. UDF ശക്തമായി തിരിച്ചു വരും. ശക്തമായി തിരിച്ചു വരും. ട്രെൻഡ് UDF അനുകൂലമാണ്. അല്ല, അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ. അടുത്ത പ്രാവശ്യത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ മാറിക്കോളും. വേണ്ടത്ര MLA മാരുണ്ടാവും. മുസ്ലിം ലീഗും അവിടെ വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ചുരമല ദുരന്തമുണ്ടായ ആ ദിവസം തൊട്ട് തന്നെ അവിടെ വളരെ സജീവമാണ്. അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് എടുത്തു കൊടുക്കും. അതിന് ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങും ഗവൺമെൻറ്റിന് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളൊക്കെ അത് അംഗീകരിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള 40 കോടി രൂപ ഞങ്ങൾക്ക് അതിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ ബാധ്യതയാണ് അവിടെ വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത്. ആ വീട് ഇപ്പോൾ 100-105 പേർക്ക് അവിടെ വീട് എടുത്തു കൊടുക്കുന്നത് ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് അതിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്ഥലം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ അവിടെ വീട് ഞങ്ങൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ സർക്കാരിനെ തങ്ങൾ പറഞ്ഞല്ലോ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സർക്കാർ പദ്ധതിയുമായി സഹകരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ സർക്കാർ പദ്ധതി വളരെ ഡിലേ ആയപ്പോൾ സ്വാഭാവികമായി ഇത്രയധികം ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് നിങ്ങളെന്താ ചെയ്യാത്തത് നിങ്ങൾ തന്നെ ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ പാർട്ടി അണികളും അത് ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ പാർട്ടി ചർച്ച ചെയ്തെടുത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ. ഞങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് സന്നദ്ധ സംഘടനകൾ സ്വന്തമായി വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ പുതുമയൊന്നുമില്ല. സർക്കാരിൻ്റെ പദ്ധതി നടക്കട്ടെ, ഒരുപാട് ആളുകൾക്ക് കിട്ടാനുള്ളതല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കും. അതുപോലെ ഇതിൻ്റെ വഴിക്ക് നടക്കും. ഇവർക്കും സർക്കാരിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. അതുകൊണ്ട് പരസ്പരം സഹകരിച്ച് പോവാം. ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്തു, നല്ലൊരു പദ്ധതി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ലീഗ് കമ്മിറ്റിയിലെ സ്ത്രീ സംവരണം മറ്റ് താഴെത്തട്ടിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എല്ലാം കൂടി വന്ന് തീർക്കണം. അത് ചരിത്രപരമാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ല, അതാ ഇതൊക്കെ കുറച്ച് ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. വരുമെങ്കിൽ വരും എന്നറിയാം, വരൂല്ലെങ്കിൽ വരൂല എന്നറിയാം. സംസ്ഥാനത്തിന് മാനക്കേടാണ് ഈ വരും വരൂല എന്ന് പറഞ്ഞത്. ഇതെന്താണ്? എന്നിട്ട് അതിന്റെ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നാണക്കേടാണ്. അതുകൊണ്ട് ശരിയായ വിവരമൊന്നും ജനങ്ങളെ അറിയിക്കണം. അതെ അതെ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുഴപ്പമുണ്ട്, വരില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. വരുമെന്നാണ് പറയേണ്ടത്. അതല്ലേ? ശരി ശരി.